ഒച്ച ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ ഈ വ്ളോഗൊന്നും ചെയ്തോട്ടെ കേട്ടോ. അവൻ സമ്മതിച്ചു. നമ്മൾ കയറി അടുത്ത സ്റ്റേയിലേക്ക് വന്നതാണ്. ഇതിൻ്റെ പേര് ഫ്ലൈറ്റ് വ്യൂ എന്നാണ് കേട്ടോ. ഇവിടെയല്ലേ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്, ഫാൽത്തു ജാനുവറിൻ്റെ? അവിടെ നിന്നല്ലേ? ആ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. NCR ട്രാവലറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത് അറിയുമോ? ഇതാ നമ്മുടെ സ്വന്തം ഏലപ്പീടിയയിൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അത് യൂട്യൂബിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റീച്ച് കിട്ടി. അപ്പോൾ കുറേ എൻ്റെ സുഹൃത്തുക്കളും കമൻസിലൊക്കെ കണ്ടു ഇതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്, നല്ല സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. ഒരു കിടിലൻ സ്പോട്ടിൽ ഇവിടെ തന്നെ ഒരു 2-3 സ്ഥലമുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഓരോന്ന് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ചാനലിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇത് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്, ഒരു ഹിൽ സ്റ്റേഷനാണിത്. ഇതിൽ വരാനായിട്ട് നമുക്ക് പല വഴിക്ക് വയനാട് ഭാഗത്തുനിന്ന് വരാം. ഇരിട്ടി കൊട്ടിയൂർ റൂട്ടിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. ഇപ്പോൾ ഇരിട്ടി കൊട്ടിയൂർ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇത് കേളോൺ ടൗണാണ്. കേളോൺ ടൗണിൽ വന്നിട്ട് ഇത് പുതിയൊരു SBI ബാങ്കിൻ്റെ ബ്രാഞ്ച് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇതിൻ്റെ താഴെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കയറാൻ പറ്റും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു വഴിയില്ലേ, ഇതിൽ നേരെ വന്നാൽ മതി. കുറച്ച് ആളുകളോട് ചോദിച്ച് വരേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോവും. പക്ഷേ ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് തിരിഞ്ഞു വരേണ്ടത്. ഇനിയിപ്പം നിങ്ങൾ നെടുമ്പോയി മാനന്തവാടി ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏലപ്പീടിയ, ഐ ലവ് യു ഏലപ്പീടിയ എന്നുള്ളത്. അപ്പം ഈ നിങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഈ ഒരു എയർപിൻ്റെ ഇവിടെ ബോർഡ് ഉണ്ടാവും, ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ അധികം ദൂരമില്ല, കുറച്ചങ്ങ് പോയാൽ മതി. ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നല്ല വളവും തിരിവൊക്കെയാണ്. കേരളം ഭാഗത്തുനിന്നൊക്കെ വരുവാണെങ്കിൽ നല്ല കുത്തനെയുള്ള കയറ്റവും വളവും തിരിവൊക്കെയാണ് ഇതിലുള്ളത്. അപ്പം പതുക്കെ വണ്ടി ഓടിച്ച് പോവുക. തിരിച്ചിറങ്ങി പോകുമ്പോഴും അതേപോലെ തന്നെ ലോ ഗിയർ ഇട്ടിട്ട് ബ്രേക്ക് പിടിച്ച് പതുക്കെ ഇറങ്ങി പോകാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇവിടെയെല്ലാം സ്ലിപ്പി ഏരിയ ആണ്, ചിലപ്പം തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ ഒത്തിരി ആക്സിഡൻ്റൊക്കെ നടന്നിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. ഇപ്പോൾ ബൈക്ക് ഞാനിവിടെ വെച്ചു. ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു അംഗനവാടി ഉണ്ട്. ജസ്റ്റ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു മണ്ണിട്ട് റോഡ് കാണുന്നുണ്ട്, അതിലേയും കയറി വന്നാൽ മതി. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു അംഗനവാടി ഉണ്ട്. ഇവിടെ ചെറിയൊരു ഗേറ്റ് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ബൈക്ക് ഇവിടെ വെച്ചു, സ്റ്റിക്ക് എടുത്തേക്കാം. അതൊക്കെ സൈഡിലൂടെ പോകണം. നേരത്തെ ഇതിൽ ഓപ്പണാക്കി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. ഞാൻ പണ്ടൊരിക്കൽ വരുമ്പോൾ, പക്ഷേ ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുക. ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? മഴയില്ലാത്തതുകൊണ്ട് ഇവിടെയെല്ലാം നല്ല വിസിബിളായിരിക്കും. മഴയുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റത്തില്ല. എന്ത് രസം നോക്കിയേ, രണ്ട് സൈഡിലും തെരുവപ്പില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ ചുറ്റും തെരുവപ്പില്ല, എന്ത് രസമെന്നറിയോ. ഇവിടെയെല്ലാം മലകളാണ്. എന്തോ അത് വയനാട് സൈഡാണ് കേട്ടോ. അങ്ങോട്ടേക്ക് അറ്റ്ലീസ്റ്റ് ഈ വ്ളോഗ് ചെയ്ത് കഴിയുന്നോടം വരെയും മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ, നിർത്താതെ. നടന്ന് നമ്മൾ ഇവിടെ ഒരു വ്യൂ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പട്ടി കിടപ്പുണ്ട്. ഇന്നാളെ വന്നപ്പോൾ അത് കുറച്ചുകൊണ്ട് തന്നെ നേരെ ചാടിയായിരുന്നു. പിന്നെ സമാധാനപ്പെടുത്തി. ഇതുണ്ടോ, ഒരു JCB കിടക്കുന്നുണ്ടോ. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്, അതവിടെ കുറയ്ക്കാൻ തുടങ്ങി. അവനിച്ചിരി സീനാട്ടോ. ഒരു മിനിറ്റ്, അവനെ ശാന്തമാക്കിയിട്ട് വരാം. ബാക്കി ഒച്ച ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ ഈ വ്ളോഗൊന്നും ചെയ്തോട്ടെ കേട്ടോ. അവൻ സമ്മതിച്ചു, അവനും കുഴപ്പമില്ല. നീ സമ്മതിച്ചില്ലേ? അവർ ശാന്തമായി, ഇവനും ശാന്തമായി അല്ലേ? കുഴപ്പമില്ലല്ലോ, സെറ്റല്ലേ? ഡൺ. നീ സെറ്റല്ലേ? അവർ പാലായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ. നമ്മൾ സ്നേഹത്തോടെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ സ്നേഹവും വാത്സല്യവും ശരിക്ക് ആ ഒരു ആഴത്തിലും അർത്ഥത്തിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജീവി ഇവരൊക്കെയാന്ന് തോന്നുന്നു. എന്താ അവർ എങ്ങനെ ചാടി വന്നതാ, ഒന്ന് തൊട്ട് തലോടി സ്നേഹത്തോടെ വർത്താനം പറഞ്ഞപ്പോഴത്തേക്കും എല്ലാം സൈലൻ്റായി. അവൻ അവൻ്റെ വഴിക്ക് പോയി, അവൻ അങ്ങോട്ടും പോയി. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഫാൽത്തു ജാനുവർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്ലേ, ആ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടുന്ന് കേട്ടോ. ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായത് ഇവിടെയൊക്കെ ആയിട്ടാണ് ഷൂട്ടിംഗ് നടന്നത്. ഇതുണ്ട്, എന്ത് ഭംഗി നോക്കി. ഇവിടെ നോക്കി നോക്കുമ്പോൾ ചിലപ്പോൾ കോട വന്ന് കയറും, ഇനി ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ താഴെയിട്ടൊക്കെ കോടയായിരിക്കും. എന്താ രസം നോക്കിക്കേ.
ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണേ. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും തല്ലി പൊട്ടിച്ച് റീലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓരോരുത്തർ വന്നിട്ട് അതാ പറഞ്ഞു എല്ലാവരും ദുരുപയോഗം ചെയ്യും, അതാണ് പ്രശ്നം. നേരത്തെ ഇതിൻ്റെ മുകളിൽ കയറി പോകുമായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല ചുറ്റും വ്യൂ ഉണ്ടായിരുന്നു, 360 വ്യൂ ആയിരുന്നു. നമുക്കിതിലൂടെ ഒന്നപ്പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ഞാൻ അങ്ങ് വരെ പോകത്തില്ല, കാരണം വേറെ 1-2 സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ. ഭയങ്കര കാറ്റാണ് കേട്ടോ, തണുത്ത കാറ്റാണ് ഇവിടെ. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ എല്ലാം കുപ്പി പൊട്ടിച്ചിട്ടുണ്ട്. ഉണ്ട് ഇതിലെല്ലാം കുപ്പി ഉള്ളതുകൊണ്ടുണ്ടല്ലോ ധൈര്യമായിട്ട് പോകാൻ പറ്റില്ല. ഇത് നിറച്ച് കുപ്പികളാണ്. ഇതുണ്ടോ കാറ്റടിക്കുന്ന കേട്ടോ. ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. അതിന് മുകളിൽ കയറി വരുന്ന ഒരു 360 വ്യൂ കാണിച്ചു തരായിരുന്നു, പക്ഷേ അടച്ചിട്ടേക്കല്ലേ, ആ ചേട്ടനും ഇവിടെ ഇല്ല. അല്ല ഞാനിപ്പോൾ വരാം. ഇതുണ്ട് 2 സൈഡും തെരുവപ്പുല്ലാണ്. ഇതിൽ നമുക്ക് നടന്ന് അങ്ങ് വരെ പോവാം. അമ്മോ എന്നെ കാറ്റാണോ, ഇതിലെ നടന്ന് അങ്ങ് വരെ പോകും കേട്ടോ. ഉണ്ട് ആ കാണുന്നൊരു മല കാണുന്നില്ല, അതിൻ്റെ മുകളിൽ ഒരു കുരിശൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഇവിടുന്ന് നടന്ന് അധികം പോകുന്നില്ല, കാരണം കുറേ സമയം എടുക്കും. ഞാനിവിടുന്ന് മുകളിലേക്ക് കയറി പോകുക, കാരണം വെച്ചാൽ നമുക്ക് അപ്പുറത്തെ മലയിലേക്ക് പോകണം. അപ്പോൾ അവിടെ ചെറിയ ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്, കുത്തനെയുള്ള കയറ്റമൊക്കെ ഉണ്ട്. അപ്പം അടുത്ത് പോകും. ഞാൻ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ തന്നെയാണ്, നമുക്ക് ഇറങ്ങി പോകാം കേട്ടോ ഇങ്ങോട്ടേക്ക്. പിന്നെ മഴക്കാറ് കണ്ടോ, എല്ലാ മഴക്കാറും വരുന്നുണ്ട്, ഭയങ്കര കാറ്റും. ചിലപ്പോൾ നമുക്ക് കോടയെല്ലാം വന്നിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ കൂടും. ഈ ഭാഗങ്ങളിലെല്ലാം കോടയായിരിക്കും കേട്ടോ, പെട്ടെന്ന് വന്ന് കയറും. ഇതെല്ലാം നമുക്ക് മുകളിൽ കാണുന്നു, പതുക്കെ മഴക്കാറ് വരുന്നുണ്ട് ആ സൈഡിൽ നിന്ന്. ഭയങ്കര കാറ്റാണ്, അത് കാരണം പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും നമുക്ക് തിരിച്ച് പോവാം. ബൈ പോയേക്കുവാ. എന്താ കുട്ടൂസാ പോവാടാ. അങ്ങനെ വാലാട്ടി കാണിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എത്ര സൈലൻ്റാന്ന് നോക്കിയേ. വന്നപ്പോൾ ഇച്ചിരി സീനായിരുന്നു. ഒന്നിരുന്ന് തലോടി സ്നേഹത്തോടെ 2 വാക്ക് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. ഇനിയിപ്പം അങ്ങോട്ട് പോവാം. അവിടെ പോയി ബൈക്ക് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം. അയ്യോടാ ഒരു ഓടി വരുന്നുണ്ട് കേട്ടോ 3 പേരും. അയ്യോടാ എടാ പോവാടാ, ഞാൻ പിന്നെ വരാം. പോവാ, ഞാനൊന്നും മേടിച്ചില്ലല്ലോടാ, സോറി. എന്തായാലും ഓടി വന്നു കേട്ടോ 3 പേരും കൂടെ. അയ്യടാ കഷ്ടമുണ്ട്, ഞാനാണ് ഒന്നും മേടിച്ചില്ല. അവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ബിസ്ക്കറ്റ് മേടിച്ച് ഇവർക്ക് കൊണ്ട് കൊടുക്കണം, കൊടുത്തിട്ട് പോവുള്ളൂ. ഗൈസ് അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചു കേട്ടോ. നമ്മൾ അവിടെയായിരുന്നു പോയത്. ചെറുതായിട്ട് മഴ തുള്ളി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ പോകണ്ട കേട്ടോ. ഇവർ ഇവിടെ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലൂടെ വണ്ടിയിൽ നിന്ന് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര കാറ്റ്, എന്നാ കാറ്റാണെന്നറിയോ, ഇതുകൊണ്ടോ ഭയങ്കര ശക്തിയായിട്ട് കാറ്റ്, ഭയങ്കര സൗണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഏകദേശം നമുക്ക് നടന്നു പോവാം, പെട്ടെന്ന് മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു കുട എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാനും പെട്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തോടെ നടന്നു പോകണം. കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിയാവും കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, 2 സൈഡും കാട് ഒക്കെ ആയിട്ട്. ഇങ്ങനെ വരുമ്പോൾ ഇടത്തോട്ട് താഴോട്ടൊരു വഴി കാണുന്നുണ്ട്, അതിൽ പോകരുത്, നേരെ തന്നെ പോകണം. ഇവിടെ കാട്ടിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ, അത്യാവശ്യം കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി. ഓ ഇന്ന് ഭയങ്കര കാറ്റാ. ഗൈസ് ഇവിടെ എന്തോ ചവിട്ടി തെന്നിപ്പോയ പാടൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് ചെറിയ കാട് പോലെയാണ്. പക്ഷെ ഇവിടെ റബ്ബറൊക്കെ നട്ടിട്ടുണ്ട്, വലിയൊരു കുഴി കുഴിച്ചേക്കുന്ന. ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റം കേട്ടോ.
എൻ്റെ അമ്മോ, ശ്വാസം മുട്ടെന്നുള്ളവർ ഇതിലൊന്നും വന്നേക്കരുതേ. കണ്ടോ, കുത്തനെയുള്ള കയറ്റോ. എനിക്ക് ശ്വാസം മുട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള സംഭവം വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇൻഹേലർ ഉണ്ട്. ഞാൻ എപ്പോഴും ഇൻഹേലറും കൊണ്ട് നടക്കുന്നത്, ഇല്ലാതെ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇൻഹേലർ വേണം. പിന്നെ മരുന്നും കഴിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനത്തെ കയറ്റം വന്ന് മൂക്കയിലിടിക്കും. കുറേ നടന്ന് കയറി പോകണം. എന്താ പൊന്നു, ഇതുണ്ടോ, അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവിടെ നിന്ന് കയറി വന്നതാ. ആ മലേൻ്റെ ഒപ്പം നമ്മൾ കയറി, ഇനിയും കയറണം. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്, പക്ഷേ അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, കാണിച്ചു തരാം ഞാൻ. ഇതുണ്ടോ, മറ്റു മലകളുടെ ഒപ്പം എത്തി നമ്മൾ ശരിക്കും. ഇനിയും കുത്തനെയുള്ള കയറ്റം. അപ്പോൾ ഗൈസ്, മടുത്തു കേട്ടോ. നമ്മൾ ഏകദേശം അങ്ങനെ വന്നു കേട്ടോ. ഉണ്ടോ, ഏകദേശം നമ്മൾ സ്ഥലത്തെത്തി. ഇതിങ്ങനെ ഉയർന്നിട്ടുള്ള സ്ഥലം കേട്ടോ. രണ്ട് സൈഡും അവിടെയും വലിയ കൊക്ക കേട്ടോ. ഇങ്ങോട്ടും കൊക്ക, ഇങ്ങോട്ടും കൊക്ക. അതിൽ നമ്മൾ കയറി വന്നതാണ്. കതച്ചു ശരിക്കും. ഇതാണ് വാവ്. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ 360 വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതേ ചുറ്റും മലകളാണ് കേട്ടോ. കാണുന്നുണ്ടോ പറയില്ലേ? എന്താ വൈബ് എന്നറിയാം ഇവിടെ. ഇതുണ്ടോ, സെൻട്രലൊരു കുരിശ്, ചുറ്റും മലകളാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നോ, എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് അറിയോ? കണ്ടോ, എത്ര മലകളാന്ന് എണ്ണിയിട്ട് മതിയാവുന്നില്ല. 1 2 3 4 5 6 7 8 9 10 എൻ്റെ പൊന്നോ, എണ്ണിയെ തീരില്ല. ഇവിടുന്ന് നേരിട്ട് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ ബായ്, ഒന്നും പറയാനില്ല കേട്ടോ. ഇത് അപ്പുറ സൈഡിലെ എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. കിടു വൈബ്. നിങ്ങളിവിടെ അടുത്തുള്ളവരാണെങ്കിൽ, എത്ര ദൂരത്തുള്ളവരാണെങ്കിലും ഇവിടെ, എത്ര ദൂരത്തുള്ളവരാണെങ്കിലും ഇവിടെ ഒന്ന് വരിക, ഇതൊന്ന് ഫീൽ ചെയ്യുക കേട്ടോ. വല്ലാത്ത ഫീലിങ്ങാണ്. ചുറ്റും മലകൾ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കുമ്പോഴുള്ളൊരു അവസ്ഥയും നല്ല ചെയ്യിക്കുക. ഞാനിവിടെ വന്നുകൊണ്ട് റീൽ ചെയ്ത് കേട്ടോ. ഇതുണ്ട്, ഈ പാറയുടെ പുറത്ത് നിന്നുണ്ട്. അവിടെ എൻ്റെ വ്ളോഗിങ്ങെല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ആരാ എടുക്കുന്നതെന്ന്, ഏത് ക്യാമറയിൽ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ സാംസങ്ങിൻ്റെ പഴയ 3-4 വർഷം പഴക്കമുള്ള പഴയ ഒരു ക്യാമറയിൽ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മോട്ടോ വ്ളോഗിങ് ചെയ്യുമ്പോൾ ചെറിയൊരു SJ ക്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ഷൻ ക്യാമറയുണ്ട്. ബാക്കിയെല്ലാം ഈ ക്യാമറയിൽ എടുക്കുന്നത്. എന്നിട്ട് ചോദിക്കാറുണ്ട് പലരും, എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത്, ആരാണ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഞാൻ നടന്നു പോകുന്നതും എല്ലാം അത് എഡിറ്റിങ്ങിൻ്റെ ടെക്നിക്കാണ് അതൊക്കെ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് ആ റീല് ചെയ്തത്. എന്നോടൊരു സുഹൃത്ത് ചോദിച്ചിരുന്നത് അതേതാ സ്ഥലം എന്നത്. ആ പാറയുടെ എൻഡിങ്ങിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആ റീല് ചെയ്തത്. നമുക്ക് ചില സമയത്ത് എത്തും പിടിയും കിട്ടില്ലാതെ ചില ഫീലിങ്സ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് ആരോടും പറയാനോ സ്വന്തമായിട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ പോയിരുന്നിട്ടുണ്ടല്ലോ, തന്നെ ഇരുന്നിട്ട് ദൂരത്തേക്ക് നോക്കിയാൽ തണുത്ത കാറ്റടിക്കുമ്പോണ്ടല്ലോ ചോർന്നങ്ങ് പോകും. നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് ഈ ട്രാവൽ, യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു മനുഷ്യനെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ലാത്ത ചില അവസ്ഥകൾ നമുക്ക് ട്രാവലിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് പറ്റും കേട്ടോ. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ട്രാവലാണ്. ട്രാവലിങ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ
എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എങ്ങനെയുണ്ട് സ്പോട്ട്? അടിപൊളിയല്ലേ? ഞാനൊരു സിനിമാറ്റിക് ഷോട്ടിൽ കാണിച്ചു തരാം. ഇത് അവിടെ നിന്നാണ് നമ്മൾ വന്നത്. കിടു. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഞാൻ വെള്ളം മേടിക്കാൻ മറന്നു വരുന്നു. തൊണ്ടയെല്ലാം വരണ്ടു. കുത്തിനെയുള്ള കയറ്റമൊക്കെ ഇല്ലായിരുന്നു. വേർത്തു. ഇപ്പോൾ ജാക്കറ്റ് വരേണ്ട അവസ്ഥ വന്നു. ഇങ്ങോട്ട് ബൈക്ക് ഓടിച്ച് വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ഇതുണ്ട് വെള്ളച്ചാട്ടം കണ്ടോ? ഇന്ന് ദൂരെ കേട്ടോ. അത് നമ്മുടെ നെടുമ്പോയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ആ ഹൈവേയിൽ കാണുന്ന വെള്ളച്ചാട്ടം അത്. അതിൽ റോഡ് പോകുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും ഇതിലൂടെ. സൂമി ഉണ്ട് കണ്ടോ? റോഡ് കണ്ടോ? ഇത് കണ്ടോ? ആ വളഞ്ഞ് പൊളഞ്ഞ് കയറിപ്പോന്ന ആ വഴി കൂടെ ഇപ്പോൾ പോയാലും നല്ല കോടയായിരിക്കും കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയാണ്. നല്ല കിട്ട് വൈബായിരിക്കും അതിലൂടെ പോകണമെങ്കിൽ. ഞാനിടയ്ക്ക് ചുമ്മാതെ ബൈക്ക് എടുത്തിട്ട് അതിലെല്ലാം പോക്കുണ്ട്. ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിച്ച് തുടങ്ങുമ്പോൾ 100 രൂപയുടെ എണ്ണ അടിക്കും. വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ, അവിടെയാണ് എൻ്റെ വീട്, ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ചുരം കയറി ഇതിലൂടെ കറങ്ങി ഇങ്ങനെ കറങ്ങി തിരിച്ച് വീട്ടിൽ വരും. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ട്രാവൽ എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം എന്നാന്ന് ചോദിച്ചാൽ ട്രാവലാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് മെയിൻ റോഡിലെത്തി കേട്ടോ. ശരിക്കും കതച്ച് പോയി. മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ? വേർത്തു. ജാക്കറ്റ് ഇട്ടുകൊണ്ട്. പക്ഷേ തണുത്ത കാറ്റുണ്ടെങ്കിലും നമ്മൾ നടന്ന് കയറുമ്പോൾ എന്തായാലും പേർക്ക് അത്ര തണുപ്പുണ്ടെങ്കിലും. ഇനി ബൈക്ക് എടുത്തിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകണം. എന്നിട്ട് അവിടെ പോയി ചായ കുടിച്ച് വെള്ളം കുടിച്ചിട്ട് പതുക്കെ അപ്പുറം ഒരു റിസോർട്ടൊക്കെ ഉണ്ട്, അവിടെ നിന്ന് പോയി നോക്കണം. എന്താണ്, മഴ വരുന്നുണ്ട്, ചെറുതായിട്ട് തൂളുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും എടുത്തില്ലായിരുന്നല്ലോ. കാരണം എവിടെ പോയാലും ഞാനൊരു കുപ്പി വെള്ളം എടുത്തിട്ട് വെക്കുന്നതാണ്. ഈ പ്രാവശ്യം എടുക്കാൻ പറഞ്ഞു, നല്ല ദാഹം. അപ്പോൾ നമുക്ക് പോയി ചായ കുടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഗൈസ്, നമ്മൾ അടുത്തൊരു സ്പോട്ടിലെത്തി. കുറേ പേര് എന്നോട് ചോദിച്ചില്ലായിരുന്നോ ഈ മലവണ്ടയ്ക്ക് എങ്ങനെയാണ് ട്രെയിൻ വന്നതെന്ന്. ആക്ച്വലി ഇത് ട്രെയിനല്ല, ട്രെയിൻ പോലെ തന്നെ ഒരു കഫേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ക്യാൻറ്റീനാണിത്. കണ്ടോ? സ്പൈസസ് ഗാർഡൻ കോഫി ഷോപ്പാണിത്, ഏലപ്പീടിയ. ഇതേപോലെ നിങ്ങൾ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കണം, അത് കഴിഞ്ഞൊരു ചായ കുടിക്കണം. ചായ കുടിക്കേണ്ട നമ്മൾ ഒരു പരിപാടിയില്ല. അപ്പോൾ ഞാൻ ചായ പോയി പറയട്ടെ. ചേട്ടൻ ഒരു സ്ട്രോങ് ചായ തരട്ടെ. ചേട്ടൻ നല്ല സ്ട്രോങ്. ഇവിടെ ഒരു കുഞ്ഞൻ കണ്ടായിരുന്നു കളിക്കുന്നത്. കണ്ടോ? ആ എന്ത് രസം നോക്കിയേ. ഞാൻ കളിക്കാം കേട്ടോ. എൻ്റെ കൈ മാന്തി പിടിക്കുക. ഇതേ അപ്പോൾ ഇതാണ് സ്പോട്ട്. ഇതിൻ്റെ പുറകുവശം ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ? ഇതുണ്ടോ ഗൈസ്? ഇത് നല്ല തെളിച്ചുള്ളതുകൊണ്ട് മലയെല്ലാം കാണാം. അല്ലെങ്കിൽ ഇവിടം തൊട്ട് കോടയായിരിക്കും കേട്ടോ, ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ വാഷ്റൂമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നല്ല കിട് സ്പോട്ടാണ്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് കണ്ടോ. അന്ന് ഞാൻ ഇവിടെ നിന്ന് ചായ കുടിച്ചില്ല, ഇവിടെ ഇരുന്നിട്ടാണ് ചായ കുടിച്ചത്. ട്രെയിനിൻ്റെ സൈഡിലിരുന്നിട്ടല്ല. ഇത് ആക്ച്വലി ട്രെയിൻ പോലെ തന്നെ തോന്നുമെങ്കിലും ട്രെയിനല്ല, ക്യാൻറ്റീനാണ്. ഇതുണ്ട് കമ്പാർട്ട്മെൻറ്റൊക്കെ ട്രെയിൻ പോലെ തന്നെ ഉണ്ടാക്കി ചെയ്യുന്നുണ്ടോ. ജെൻസ്, ലേഡീസ്, കഫേ. അപ്പോൾ ഇതാ സ്ഥലം കേട്ടോ. ചോദിച്ചവരോടൊക്കെ ഞാനെവിടെയും പോയതല്ല. അത് കുറേ പേര് ചോദിച്ചു എവിടെയാണ് പോകുന്നതെന്ന്. എവിടെയും പോകുന്നതല്ല, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നിങ്ങളിവിടെ വന്ന് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക. കിട്ടു സ്പോട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല. വാഷ്റൂം തന്നെ ക്ലീൻ ആകുന്നുണ്ടോ. ഇതാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്ന ക്യാമറ. ഇതിലാണ് എൻ്റെ എഡിറ്റിങ്ങും വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് സാംസങ്ങിൻ്റെ M21 എന്നുള്ളൊരു ക്യാമറയാണ്. 4 വർഷമായതാണ്. ബാത്റൂമൊക്കെ നല്ല അടിപൊളി കേട്ടോ. കണ്ടോ? കിടുക. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാലും വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ എല്ലാ സൗകര്യമുണ്ട്. ബാക്കിൽ കോട ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാണ്ടല്ലോ, കണ്ടോ എന്താ ലുക്കെന്നറിയോ. നല്ല കിടുവയോ. ചായക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കട്ടെ.
അപ്പോൾ ഗൈസ് ചേട്ടനുണ്ടാക്കി തന്ന നല്ല അടിപൊളി സ്ട്രോങ് ചായ കുടിച്ച് ഞാൻ ഫ്രഷായി. ഈ ചേച്ചിയും ചേട്ടനുമാണ് ഇത് നടത്തുന്നത് കേട്ടോ. തൊട്ട് പുറകിലാണ് അവരുടെ വീട്. അപ്പോൾ നിങ്ങളിത് വഴി വരുവാണെങ്കിൽ ഇവിടുന്ന് ചായയെ കുടിച്ച് റിഫ്രഷായി പോകാവുന്നതാണ്. എല്ലാ ഫെസിലിറ്റിയും ഇവിടെയുണ്ട്, വാഷ്റൂമും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുമല്ല ഈ പുറകിലത്തെ ഈ നല്ല വ്യൂ ഒക്കെ കണ്ടിരുന്നൊരു ചായ കുടിച്ച് പോകുന്നൊരു പ്രത്യേക ഫീലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ ബൈക്ക് എടുത്തു. ഹെവൻസ് ഗേറ്റ് റിസോർട്ട് എന്നാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാനിരിക്കുന്ന റിസോർട്ടിൻ്റെ പേര്. കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ ഉണ്ട്. ഇതുണ്ട്, കാറൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കാറൊക്കെ കയറിപ്പോൾ സുഖമായിട്ട് അവിടം വരെ. ചെറിയ തരത്തിലുള്ള ഓഫ് റോഡിങ് ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല വഴിയാണ്, ബൈക്കും കാറൊക്കെ ഇറങ്ങി വരും. അങ്ങനെ ഗൈസ് നമ്മളവിടെ എത്തി കേട്ടോ. ഈ കാണുന്നതാണ് റിസോർട്ട്. ഇവിടുന്ന് താഴേക്കുള്ള നല്ല വ്യൂ നമുക്ക് മുകളിൽ കയറി പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് ഇവിടെല്ലാം ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വീഡിയോ ചെയ്തോട്ടെ എന്ന്. കുഴപ്പമില്ല, ആർക്കും കയറി നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഇതിലേക്ക് കയറി പോകാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഡബിൾ ബെഡിൻ്റെ റൂമുണ്ട്. ഇത് 1500 ആണ്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് അവിടെ ആയിരിക്കും ടോയ്ലറ്റും വാഷ്റൂമും ഒക്കെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് വേറെ ഒരു പ്രൈവറ്റ് റൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്നൊരു കോൺഫറൻസ് ഹാളാണ്. 60-62 പേർക്ക് ഇവിടെ ഇരുന്നിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന് 2000 ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കയറിയ നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ആ ചേട്ടൻ തുറന്നു തന്നാണേ. എൻ്റെ വീട് ചുങ്കക്കുന്ന്. ഇതോ അടിപൊളി സ്പോട്ടാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഓപ്പൺ സ്പേസ് ആണ്. പാർട്ടിയും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നോ, ആ കാണുന്ന ഹൗസില്ലേ, സ്റ്റേ ഇല്ലേ, അതിന് 4000 റേറ്റ് കേട്ടോ. അതിൽ എത്ര പേർക്ക് താമസിക്കാം ചേട്ടാ? 2 ബെഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു 4 പേർക്ക്. ഓക്കെ. എക്സ്ട്രാ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ബെഡ് അവിടെ കിട്ടുമോ? കിട്ടുമല്ലേ? 4000 തന്നെ. ഓക്കെ ഗായ്സ്, ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ആ 360 ഡിഗ്രി വ്യൂ ആണ് കണ്ടോ. ശരിക്കും ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടത്തില്ല കേട്ടോ. ഓ, ഇതുണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ഗൈസ്? എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അവിടുന്നാ? ഓ, ഇതുണ്ടോ പാർട്ടിയൊക്കെ നടത്താനുണ്ടെങ്കിൽ അടിപൊളി. ഇതേപോലെ ഒരു സ്പോട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലേ? ഈ പ്രദേശത്ത് ഞാൻ കണ്ടിട്ടില്ല. കിട് സ്പോട്ട്, ഇഷ്ടംപോലെ ടേബിളും കാര്യങ്ങളുണ്ട്. ആരുടെയും ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ കെട്ട് വൈബായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഇതേപോലെ ഒരു ഫീല് നിങ്ങൾക്ക് വേറെ എവിടെ ഉണ്ടാവില്ല. അങ്ങ് ടോപ്പിൽ വേറെ ടെൻറ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അത് വേറെ ആളുകളുടെ ആണെന്നാണ് പറഞ്ഞത്. എന്തോ ഇപ്പോഴേ നല്ല തണുത്ത് കാറ്റല്ലേ ഇവിടെ. 24 മണിക്കൂർ ഇവിടെ കാറ്റാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ആ പച്ചപ്പും. ഇവിടെയല്ലേ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്, ഫാൽത്തു ജാനുവറിൻ്റെ? അവിടെ നിന്നല്ലേ? ഇവിടുന്ന് നടന്നു കേട്ടോ. അപ്പം എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് തന്നെ നിങ്ങൾ കണ്ട് ഫീൽ ചെയ്യുക. അതേമാതിരി ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കും. അതെ, അയ്യോ അത്രയ്ക്ക് കാറ്റാ. ഇത് കാറ്റ് മറിച്ചിട്ട കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ കസേര കേട്ടോ. ഇത് കാറ്റ് മറിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നാ കാറ്റാന്ന്. ഞാൻ ബാക്കി പറയണ്ടല്ലോ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ കാറ്റും തണുത്ത കാറ്റും ഈ ഒരു വൈബും ബാക്കി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമുക്ക് ആ മുകളിലേക്കും കൂടെ ഒന്ന് കയറി നോക്കാം കേട്ടോ. നമ്മൾ കയറി അടുത്ത സ്റ്റേയിലേക്ക് വന്നതാണ്. ഇതിൻ്റെ പേര് ഫ്ലൈറ്റ് വ്യൂ എന്നാണ് കേട്ടോ. ഫ്ലൈറ്റ് വ്യൂ. വാവ്, അടിപൊളി. ഇതുണ്ടോ, ചെറിയൊരു ഡൈനിങ് ടേബിളുണ്ട്, ടോയ്ലറ്റ്, ബെഡ്റൂം. ഇവിടെ പിന്നെ ഫാനൊന്നും ഇവിടെ ഒരു ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ വേറെയും ബെഡുണ്ട്. ഓ, ഫ്ലൈറ്റ് വ്യൂ എന്ന് പേര് കൊടുക്കാനുള്ള കാരണം ഇതാ കേട്ടോ. ഫ്ലൈറ്റിനകത്ത് ഇരുന്നിട്ട് ശരിക്കും സൈഡ് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. അടുത്തത് ഇതാണ് ഗൈസ്.
കറച്ചു ഒരു കയറ്റം കയറി വരുന്നു. ഓ അടിപൊളി. അടുത്ത ഈ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ പൊന്നോ സൂപ്പർ. ഇത് ഇദ്ദേഹത്തിൻ്റെ ആട്ടോ ഈ സ്ഥലവും ഇതെല്ലാം. ഓ ചാരി ഇരുന്നുകൊണ്ടുണ്ടല്ലോ ആ ഒരു സൈറ്റ് സീയിങ് ഉണ്ടല്ലോ, ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഗായ്സ് കെട് വൈബ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഇവിടെ നിന്നുള്ള ആ സീനറി ഒന്ന് കാണിച്ചു തരാവേ. എൻ്റെ പൊന്നെ ഇത് കണ്ടോ, ഇത് ഈ ചെയറിലിരുന്നുകൊണ്ട് കാണുന്ന സീനാട്ടോ ഇത്, ഒന്നും പറയാനില്ല. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്താ സാറിൻ്റെ പേര്? എൻ്റെ പേര് അനൂപ് കുമാർ. അനൂപ് കുമാർ. ഓക്കെ. ഇത് സ്ഥലം എടുത്തിട്ട് കുറേ ആയോ? ഓക്കെ, റിട്ടയർ ആയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ അടുത്ത് തന്നെയാണോ സാറിൻ്റെ? തലശ്ശേരി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇതേപോലെ ഒരു സ്ഥലം ഈ അടുത്തൊന്നും ഇല്ല. ഇതേപോലുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് 4000 കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം കാര്യങ്ങളും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ, നല്ല ക്ലീനാണ്. പിന്നെ ഇവിടെ ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഭാഗം തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നല്ല കാറ്റുണ്ട്. അവിടെ നിന്ന് നടന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇതെന്തിനാ ഇവിടെ എന്തെങ്കിലും ടവറോ കാര്യങ്ങൾ വരുന്നുണ്ടോ? അച്ഛാ ഓക്കെ ഓക്കെ. അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഓ ഇവിടെ ഒരു അടിപൊളി കിഡ് സ്പോട്ട് കേട്ടോ. വാവ്, കാണുന്ന ഫുള്ള് കാടാ കേട്ടോ. ഓക്കെ. അതെ അല്ലേ? അതിലൊന്നും അല്ലേ? ഓ ഇവിടെ നിന്നുള്ള വ്യൂ ഗൈസ് കാണുന്നത്. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇതേപോലെയുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇവിടെ എടുത്തില്ല. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്കൊരു മ്യൂസിക് ഓക്കെ ഓക്കെ മൈക്ക് സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ, തബല, ഓർഗണ്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒരു മ്യൂസിക് വൈബൊക്കെ ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ ഓക്കെ. അപ്പോൾ അദ്ദേഹം ഒന്ന് അയച്ച് കേൾപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർട്ടി ഹാൾ കേട്ടോ, താഴെയുള്ളത്. മുകളിലും താഴേക്കായിട്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. എന്താ ഇവിടെ നല്ല അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അദ്ദേഹം എപ്പോഴും മ്യൂസിക്കിൽ തന്നെ കേട്ടോ, പുള്ളി ഒരു മ്യൂസിക് ബ്രെയിനാണ്. പുള്ളി ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എനിക്കൊരു സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. അതേപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്തിട്ട് അവരെയും കൂടെ കാണിച്ച് അവരിലും കൂടെ എത്തിച്ചു കൊടുക്കുക. ഇതേപോലെയുള്ള ഒരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തുനിന്നുണ്ടെന്ന്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഈ കാണിച്ച പാർട്ടി ഹാളിൽ ഒരു 10 ബെഡുണ്ട്. അവിടെ നിങ്ങൾക്ക് 10 ബെഡ് ഇട്ടിട്ട് അവിടെ നിങ്ങൾക്ക് താമസിക്കാനൊക്കെ പറ്റും. ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ചാനലിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും എൻ്റെ എല്ലാ വീഡിയോസും ആദ്യം തന്നെ കാണാൻ പറ്റും. അപ്പം അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ